ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കാനായിട്ട് ഒരുപാട് നാളായി നമുക്ക് മഴ കിട്ടിയിട്ട്. അപ്പോൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം മഴ വന്നേക്കാനായിട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനേ തോന്നുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ രാവിലെ എണീച്ചാൽ തന്നെ മുറ്റം തൂത്ത് നട കഴുകണം. അത് നമ്മളിവിടുത്തെ ഒരു സിസ്റ്റമാണ് കേട്ടോ, അങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റം അടിച്ചിടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്കിങ്ങനെ പൊടികളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അത് കാരണം ഈ ഇലകളൊക്കെ കൊഴിഞ്ഞൊക്കെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ ഇത് ചെയ്യും കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്തിട്ട് ഞാൻ ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ പോകുള്ളൂ കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പോകുള്ളൂ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ചന്തൂട്ടം പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഉടൻ തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തിടും കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടമുള്ള ഒരു ജോലിയാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ തൂത്തൊക്കെ ഇടുന്നതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ് കേട്ടോ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പാത്രം കഴുകൽ തന്നെയാണ് കേട്ടോ. പാത്രം കഴുകൽ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ജോലിയല്ല കേട്ടോ. എനിക്ക് പിന്നെ തൊണ്ട വേദനയാണ്, എൻ്റെ പനി കുറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കണേ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, എന്താ അമ്മ ഇങ്ങനെ പാത്രം കഴുകാൻ വല്ല ശാപവും കിട്ടിയതാണോ, ഏത് നേരം നോക്കിയാലും സിങ്കിൽ പാത്രങ്ങളാണല്ലോ എന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നടക്കാൻ പോണ വഴികളിലൊക്കെ ഇതുമാതിരി എല്ലാവരും രാവിലെ തൂത്ത് നട കഴുകിയിടും കേട്ടോ. ഏതൊരു ചെറിയ വീടാണെങ്കിൽ പോലും, ഒരു കടനടയാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ആൾക്കാർ. അത് എന്താണ് നമ്മുടെ ഒരു ഐശ്വര്യവും കൂടി ചേർത്താണ് കേട്ടോ. അപ്പം നടക്കാൻ പോണ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് പനി കുറഞ്ഞിട്ടില്ല കേട്ടോ, നല്ല പനിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഭയങ്കര ദേഹം വേദന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പനി ഇപ്പം ഇത്തിരി കുറഞ്ഞപ്പോൾ എണീച്ച് ഒന്ന് ജോലി ചെയ്തതാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് ചുമച്ച് പോയിട്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തൂത്തൊക്കെ വാരി ഇടുകയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോഡ് സൈഡായതുകൊണ്ട് നമുക്ക് എപ്പോഴും പൊടിയാണ് കേട്ടോ. പിന്നെ എനിക്ക് മണ്ണ്, ഈ തേയില തൂക്കണേനെക്കാട്ടിലും എനിക്ക് മണ്ണുള്ള മുറ്റം തൂത്ത് വാരാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷേ ഇവിടെ മണ്ണെന്നുള്ള സാധനം ഇല്ല കേട്ടോ. അപ്പം എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലാണ് എൻ്റെ കുട്ടിക്കാലമൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാറയും മണ്ണും ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഓടി കളിച്ച് നടന്ന അതൊക്കെ ഒരുപാട് എനിക്ക് മിസ് ചെയ്യും കേട്ടോ. അപ്പം അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ എനിക്ക് തോന്നി. എനിക്ക് മണ്ണുള്ള മുറ്റമാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ആറ്റുകാൽ പൊങ്കാല വരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആറ്റുകാൽ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ വീട്. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അങ്ങനെയുള്ള കുറേ വ്ളോഗൊക്കെ എടുക്കണം കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചട്ടിയും കലവും ഒക്കെ വിൽക്കാനായിട്ട് ആളുകൾ വരും. പിന്നെ ഒരുപാട് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വ്ളോഗായിട്ടിടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് എനിക്ക് അതിലും തരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദൂരത്തുള്ളവരൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടോ, എങ്ങനെയാണെന്ന് എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ നട കഴുകി എടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് നട കഴുകിയിടുന്നതിന് ഒരു അഴുക്കോ പൊടിയോ ഒന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു നേരം, എപ്പോഴും രാവിലെ ചെയ്യാനാണ് അതിൻ്റെ ഒരു ഐശ്വര്യം കൂടുതലെന്ന് പറയുന്നത്. രാവിലെ എണീച്ച് ഇതാണ് ചെയ്യേണ്ടതെന്നാണ്. പിന്നെ ചിലപ്പോൾ രാവിലെ ഭയങ്കരമായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു നേരം ഞാൻ ഇങ്ങനെ ചെയ്ത് ഇടാറുണ്ട്. പിന്നെ നമ്മൾ ചോമിയമ്മയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, താഴെയാണെന്നുണ്ടെങ്കിൽ മുറ്റം കഴുകി കോലമൊക്കെ ഇട്ട് വെക്കും കേട്ടോ. ഭയങ്കര രസമാണ് അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇപ്പം എന്നും അങ്ങനെ ചെയ്യാറില്ല, വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് കേട്ടോ അമ്മ കോലം ഇടുന്നത്. തീരെ വയസ്സായില്ലേ, അപ്പം ഇടയ്ക്ക് എനിക്കും വന്ന് ഇടാരാന്നൊക്കെ പറയും കേട്ടോ. എനിക്കാണെങ്കിൽ കോലം അങ്ങനെ ഇടാനൊന്നും അധികം അറിയില്ല. എന്നാലും ഇവിടെയുള്ള എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ ഇട്ട് വെക്കും കേട്ടോ. അവിടെ കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. അങ്ങനെ എനിക്കാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പനി ആയതുകൊണ്ടാണ് പിന്നെ കൂടുതൽ വീഡിയോസൊന്നും അധികം ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പം എന്താണ് നമ്മൾ ഈ
ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മഴ ഇങ്ങനെ മൂടിക്കിടക്കുന്നത്. ഭയങ്കര മഴ പെയ്താൽ എനിക്ക് ടെൻഷനൊക്കെ ആവും കേട്ടോ. ഭയങ്കര മഴ പെയ്താൽ എനിക്ക് ഭയങ്കര കതവൊക്കെ അടച്ച് മൂടിയൊക്കെ ഇരിക്കും കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വെയിൽ വരണം കേട്ടോ. ഇങ്ങനെയൊക്കെ എപ്പോഴും മഴയായിട്ട് ചെന്നാൽ അത്രയ്ക്കൊരു ആക്റ്റീവൊന്നും അല്ലായിരിക്കും. അപ്പം ഞാൻ വിചാരിക്കുക നമുക്ക് തന്നെ ഇത് സ്വിച്ചിട്ട് മഴ പെയ്യിക്കാനോ അണയ്ക്കാനോ ഒക്കെ പറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലേ നമ്മളെ ഇഷ്ടത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ പൂക്കൾ. നമ്മളെ വാടിപ്പോയൊരു ബോർഗൻവില്ലയില്ലേ, ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ ഉണങ്ങി നിന്നത്, അതൊക്കെ ഇപ്പം നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പനിനീർ പൂവില്ലേ, പനിനീർ പൂവിൽ നല്ലൊരു ചെറിയ മുട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പൂവ് വിരിയാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ നാടൻ പനിനീർ റോസാണ് കേട്ടോ. അവിടെയും അങ്ങനെ അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതെന്താണെന്നറിയാമോ? ഇതെന്താണ് സംഭവം എന്നറിയാമോ കുട്ടികളെ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തണ്ണിമത്തം തിന്ന് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുരു കൊണ്ടിട്ട് പൊടിപ്പിച്ച് എടുത്ത ഒരു സംഭവമാണ് കേട്ടോ. നമ്മളെ തണ്ണിമത്തനാണ് ഈ പൊടിച്ച് നിൽക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കണുണ്ട്. പിന്നെ ഈ തണ്ണിമത്തൻ എങ്ങോട്ട് പൊടിച്ച് പോവും, എങ്ങനെ താഴോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മയും ചോദിച്ചു കേട്ടോ ഇതെങ്ങനെയാണ് വളരാൻ പോകുന്നതെന്നൊക്കെ. പക്ഷെ ഇദ്ദേഹത്തെ ചെറുതായിരിക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് കുരു പോയിട്ട് പൊടിപ്പിച്ച് എടുത്ത ഒരു സംഭവമാണ് അതല്ലേ. ഈ അതിൻ്റെ ഇലയൊക്കെ പൊടിച്ച് വന്ന് തുടങ്ങിയിരിക്കുകയാണ്. ഒരു 4-5-6 എണ്ണം ഇത്രയും എണ്ണം നിൽപ്പുണ്ട് നമ്മുടെ തണ്ണിമത്തൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇനി തറയിലല്ല തണ്ണിമത്തൻ പൊടിച്ച് വളർന്ന് വരേണ്ടത്. അപ്പോഴത്തേക്ക് ഞാൻ ചട്ടി എടുത്ത് ആഗ്രഹമുണ്ട് കേട്ടോ. എന്തായാലും ഒരു തണ്ണിമത്തനെങ്കിലും പറിച്ചു കൊണ്ടുവന്ന് എല്ലാവരെയും മുന്നിലൊന്ന് മാസ് കാണിക്കണമെന്നൊക്കെ കേട്ടോ. എന്നെ അങ്ങനെയൊക്കെ കളിയാക്കും എല്ലാവരും. ഇങ്ങനെ അവളിപ്പോൾ തണ്ണിമത്തൻ വളർത്തി വലുതാക്കി കളയുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുവാണ്. ആരുമല്ല, വേറെ എൻ്റെ ചേട്ടൻ തന്നെയാണ് കേട്ടോ എന്നെ ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളെ തേങ്ങ വെള്ളമൊക്കെ കുടിക്കാറുണ്ടോ? ഞാൻ തേങ്ങ പൊട്ടിച്ച് തേങ്ങ വെള്ളം കുടിക്കുക. എനിക്കറിയാം നിങ്ങളും കുടിക്കാറൊക്കെ ഉണ്ട് തേങ്ങ പൊട്ടിച്ചിട്ട്. ഇത് ഒരുപാട് പഴകിയ തേങ്ങയൊന്നും അല്ല കേട്ടോ. ഇപ്പോഴെങ്ങാണ്ട് പൊറിച്ചുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കരിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. അപ്പം ഞാൻ തേങ്ങയൊക്കെ തിരികയാണ്. പിന്നെ ഇന്ന് നമ്മളെ വീട്ടിൽ പുട്ടും പയറും പപ്പടവും ഒക്കെയാണ് കേട്ടോ. പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുട്ടും പയറും പപ്പടവും കട്ടൻ ചായയും ഭയങ്കര കോമ്പിനേഷനാണല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നല്ല തൊണ്ട ഉയർത്തുകൊണ്ട് വലിച്ചു കയറി സംസാരിക്കണമെന്നും വയ്യേട്ടാ. പഴയ പോലെ സൗണ്ട് ഒട്ടും തീരെ ഇല്ല അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, എനിക്ക് വയ്യാട്ടോ. ഒരുപാട് സൗണ്ട് ഉയർത്തി സംസാരിച്ച് കഴിയുമ്പോൾ ചുമച്ച് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സൗണ്ട് കുറച്ച് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കടുവർക്ക് എടുക്കാമെന്ന്. കുക്കറാണെങ്കിൽ നല്ല ചൂടായിട്ട് തോട്ടക്കായി പൊള്ളും കേട്ടോ. അമ്മ അതിൽ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പയറൊക്കെ ഒന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എന്താണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ലഞ്ചൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ലെങ്ത് കൂടി പോകണോണ്ടാണ് മൊത്തത്തിലുള്ള വീഡിയോസ് ഇടാത്തത് കേട്ടോ. ഇനി ഞാൻ വേണമെങ്കിൽ പാതി പാർട്ടായിട്ട് ഇടാനേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ കുളമാക്കി അതിങ്ങനെ കൂടുതലായി പോകും കേട്ടോ. എത്രയൊക്കെ തന്നെ കട്ട് ചെയ്ത് വിട്ടാലും പിന്നെ അതിങ്ങനെ ഇതായി മാറിപ്പോവും കേട്ടോ. ലെങ്ത് കൂടി പോകും കേട്ടോ. പിന്നെ ഞാനിത് ഓടിച്ച് വിട്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പം ഞാൻ കുറച്ചതാണ് ഇങ്ങനെ സ്ലോ മോഷനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതാ വീണ്ടും വന്ന് പാത്രം കഴുകൽ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് കുറയാത്തൊരു സാധനമാണ് ഇത്. നമ്മുടെ അക്ഷയ പാത്രം വെള്ളുമ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ വന്ന് കിടക്കും. നമ്മളിങ്ങനെ കൈ നമ്മൾ അട്ടപ്പിളവും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കിങ്ങനെ പാത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം, ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ ആരും അങ്ങനെ പാത്രങ്ങളൊന്നും എടുക്കില്ല കേട്ടോ. ഞാൻ തന്നെയാണ് വന്ന് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ എന്നാലും കൂടുതൽ ഇങ്ങനെ വരും. ഞാൻ എന്താണ് ഈ നുള്ളി പറക്കണതെന്ന് വെച്ചാൽ തേങ്ങ തിരിയപ്പോൾ അതിൻ്റെ 2-3 നാര് അതിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് കളയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകുന്നതിന് ഒരു അന്ത്യവും ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞത് അത് അങ്ങനെയാണ്.
അപ്പം ഞാൻ പിന്നെ ഇവിടെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതത് സ്ഥാനത്തൊന്നും കൊണ്ട് വയ്ക്കത്തില്ല, ഞാൻ തന്നെ വേണം അതൊക്കെ എടുത്ത് അതിൻ്റേതായ സ്ഥാനത്തൊക്കെ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ പാത്രങ്ങളെ കാര്യവും, പാത്രങ്ങളും എടുത്ത് അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുവെക്കാനായിട്ട് ഞാൻ തന്നെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ പയർ തോരനായിട്ടാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. സാധാരണ പയർ അവിച്ചും പുട്ടിനോടെ എടുക്കും, തോരനാക്കി എടുക്കും. തോരനാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ പയർ തോരനാക്കി ഞാൻ പുട്ടിനോടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ ഇന്നായി. ഇനിയിപ്പം ഉച്ചക്കത്തേക്ക് ഇനി ഒരു 12 മണി ആ ഒരു സമയത്തേക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പം അപ്പോഴത്തേക്ക് എന്തെങ്കിലും ആക്കി വെച്ചാൽ മതി കേട്ടോ. 10:30 ആകുമ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഞാനും ചന്തൂട്ടനും മാത്രമേ ഉള്ളൂ, ഇന്നിപ്പോൾ സ്കൂളില്ലല്ലോ. അങ്ങനെ നമ്മൾ പയർ തോരനൊക്കെ റെഡിയായി ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ പിന്നും പാത്രം കഴുകലിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് തീർന്നിട്ടില്ല. ഇതിനുള്ളിൽ പറക്കി എടുത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ കഴുകാൻ കാണും കേട്ടോ. അപ്പം ഇങ്ങനെ പാത്രം കഴുകി മടുക്കുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇത്രയും കാലം തന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് തരണം. എൻ്റെ ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ എന്താണ് എൻ്റെ പേര് ഞാൻ ക്യുവാൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ എന്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ. അപ്പം കുറച്ച് ദിവസം ആയുള്ള വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളം കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ട്, എന്നിട്ട് ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് ചെടിയുടെ മൂട്ടിൽ ഒഴിക്കാൻ പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ഡയലൂട്ട് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ചെടിയുടെ മൂട്ടിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിറയെ പൂവിടും എന്നാണ് പറയുന്നത് കേട്ടോ. സത്യമാണ് കേട്ടോ. എൻ്റെ മുല്ല ചെടിയൊക്കെ പൂവിട്ടത് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്. ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നു പോയിട്ടാ. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഒറ്റയ്ക്ക് പറയുകയാണ് കേട്ടോ. ഇങ്ങനെ അയ്യോന്ന് എന്തോ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, അയ്യോന്ന് പറയുകയാണ്. എന്താണെന്തോ ഞാൻ ഉദ്ദേശിച്ചത്. അതിനുശേഷം ഞാൻ ഫോണെടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിക്കുകയാണ് കേട്ടോ. കാരണം കുറേ ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ വിളിച്ചോ അത് സംസാരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അത്രയും പ്രഷർ വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കുറേ പാത്രങ്ങളും കൂടി കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് ലൗഡ് സ്പീക്കർ ഇട്ടതിന് ശേഷം അവളോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കാര്യം കേട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇതിൽ അധികം ശ്രദ്ധ പോവില്ല, അതിലോട്ട് പോകും. അപ്പോഴത്തേക്കും അതിന് ഭയങ്കര ഒരു പ്രഷർ നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മിക്ക ലൈക്ക് ഒരുപാട് കൂടി പോകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ വരാം കേട്ടോ. വേറെ കുറേ വിശേഷങ്ങളായിട്ട്. നല്ല ചുമ ഉണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണേ. എൻ്റെ സൗണ്ട് തീരെ വയ്യ കേട്ടോ, കുറച്ച് സംസാരിക്കുക, അതും കൂടി ഒന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കിട്ടണം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ.